ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്വേ ചാനൽ. വിജയ്ക്ക് രാഷ്ട്രീയത്തിന് ശേഷം മോശം കാലമാണെന്ന് എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഇപ്പം അത് തന്നെയാണ് പറയാൻ പോകുന്നത്. വിജയ്ക്ക് വീണ്ടും ഒരു കേസ് വന്നിരിക്കുകയാണ്. വീണ്ടുമല്ല, ഡെയിലി ഇപ്പോൾ വരുന്നുണ്ട് കേസ്. നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം ആരൊക്കെയോ എന്തിനൊക്കെയോ കേസൊക്കെ കൊടുക്കുന്നുണ്ട്. പുതിയ കേസ് എന്താണെന്ന് വെച്ചാൽ വിജയ്ക്കെതിരെ സ്വത്ത് വിവര പട്ടികയിൽ ഒരു തെറ്റുണ്ടെന്ന് പറഞ്ഞാട്ട് പെരുമ്പൂരിലെ ഒരാൾ കേസ് കൊടുത്തെന്നാണ് പുതിയ കേസ്. അതായത് നാമനിർദ്ദേശ പത്രികയിൽ കൊടുത്ത സ്വത്തുകൾ തമ്മിൽ ബന്ധമില്ല എന്നും ഇനിയും ഒരുപാട് സ്വത്തുകളുണ്ടെന്നും ആ സ്വത്തുകൾ വ്യാജമാണെന്നുമാണ് പറയുന്നത്. ഏത് വിജയ് കൊടുത്ത സ്വത്തുകളിൽ വ്യാജമുണ്ട്, അല്ലെങ്കിൽ സ്വത്തുകൾ ഇനിയും ഉണ്ട്, അതിൻ്റെ കണക്കുകൾ വരാനുണ്ട്. അല്ല, രണ്ട് നാമനിർദ്ദേശക പത്രിക കൊടുത്തപ്പം അതിൽ വേറെ കണക്കായിരുന്നു, ഇതിൽ വേറെ കണക്കാണെന്നൊക്കെയാണ് പരാതിയിൽ പറയുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ സ്റ്റാലിൻ സാർ കൊടുത്തതും ഉദയനിധി കൊടുത്ത കണക്കൊക്കെ ഓക്കെയാണ്. അതായത് ഈ 150-200 കോടി ബഡ്ജറ്റിലെ സിനിമ എടുക്കുന്ന റെഡ് ജെയിൻ മൂവീസ് ആണ്ട് പരമ്പരയായിട്ട് 19 വർഷങ്ങളായിട്ട് പരമ്പരയായിട്ട് ഗവർണൻസ് ചെയ്യുന്ന സർക്കാരിനെ ആഡംബരമായിട്ട് സർക്കാരായിട്ട് ചെയ്യുന്ന സ്റ്റാലിൻ സർക്കാരിൻ്റെ 3 കോടി രൂപ 9 കോടി രൂപയൊക്കെ ഉള്ളൂ. അതിലാരും കുറ്റവും പറഞ്ഞില്ല, ആരും കേസും കൊടുത്തില്ല. വിജയ്ക്ക് ഇത്രയും ഇതിന് ഇരുന്നിട്ടും എങ്ങനെയാണ് പൈസ കുറഞ്ഞത്, ഈ സ്വത്തുക്കൾ എവിടെയെന്നാണ് ചോദിക്കുന്നത്. അപ്പം ഇതിൽ നിന്ന് തന്നെ ഉദ്ദേശിക്കാം അദ്ദേഹത്തിൻ്റെ ആ രാഷ്ട്രീയ പ്രവേശനം പലരെയും ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. അതുകൊണ്ട് എങ്ങനെയെല്ലാം കേസ്, ഇപ്പോൾ സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കേസ് എന്ന് പറയുന്നത് ഒരു വിഷയമേ അല്ല. കാരണം അത് എക്സ്പെക്റ്റഡ് ആണ്. കേസുകൾ ചുമ്മാ വന്നുകൊണ്ടിരിക്കുകയാണ്, എന്തെങ്കിലും പറഞ്ഞവർ കേസ് വരുത്തുകയാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ അവസാനത്തെ കേസ് ഇതാണ്. അതായത് ഒരു കേസുണ്ട്. എന്താണ് കേസ് എന്ന് വെച്ചാൽ, പെരുമ്പൂരിൽ ഒരാൾ കേസ് മദ്രാസ് ഹൈക്കോടതിയിൽ തന്നിട്ടുണ്ട്. ഇതിൽ മദ്രാസ് ഹൈക്കോടതി പറഞ്ഞ ഒരു ഇതുകൂടെ നോക്കണം കേട്ടോ. കോടതിയും എതിരാണ്. കോടതി പറഞ്ഞത് ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഒരാഴ്ചക്കകം ഇതിന്റെ മറുപടി വരണോ എന്നാണ്. കോടതിക്കും ഭയങ്കര ധൃതിയാണ്. കോടതിക്ക് ധൃതി, പെട്ടെന്ന് അറിയണം എന്താണ് പറ്റിയത് വിജയ്, പെട്ടെന്ന് അറിയണം. കോടതിക്കും ധൃതിയാണ്. അപ്പൊ കോടതിയും നേരത്തെ വില പോയെന്നാണ് തോന്നുന്നത്, എന്താണെന്ന് അറിയില്ല. കോടതിക്കും ധൃതിയുണ്ട്, പെട്ടെന്ന് അറിയണം എങ്ങനെയാണ് കാര്യങ്ങളെന്ന്, എന്തൊക്കെയാണ് പറയുന്നതെന്ന് കോടതിക്കും പെട്ടെന്ന് അറിയണം. അപ്പൊ കോടതിയും പറഞ്ഞിരിക്കുന്നതനുസരിച്ച് നമുക്ക് അറിയാൻ കഴിയുന്നത് ഒരാഴ്ചക്കകത്ത് ഇതിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് പറയണമെന്നാണ്. പക്ഷെ ഇതിനെതിരെ വേറെ ഒരു കാര്യങ്ങളായിട്ടൊന്നും പറയുന്നില്ല. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇലക്ഷൻ കഴിഞ്ഞ് ഒരൊറ്റ ആഴ്ചക്കകത്ത് ഇതിന് മറുപടി വിജയ് നൽകണമെന്നാണ് പറയുന്നത്. കോടതിയും തിടുക്കത്തിൽ കാര്യം പറയുവാണ്, എങ്ങനെയെങ്കിലും പെട്ടെന്ന് തരണേ. ഇതെന്താണ് കള്ളം കാണിച്ചത്? കോടതിക്ക് വേറെ ഒരു കാര്യങ്ങളിലില്ലാത്ത ഒരു അവലാതിയാണ് വിജയുടെ ഈ കാര്യത്തിൽ എന്നാണ് തോന്നുന്നത്. ഇത് കാണുമ്പോൾ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇത്രയും അത്യാവശ്യത്തിൽ ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു. എന്നിട്ട് പിന്നെ അറിയാലോ ഇപ്പോൾ ജനനായകൻ കേസിൽ എന്തൊക്കെയാണ് ഇവിടെയൊക്കെയാണ് ഉള്ളതെന്ന്. അപ്പോൾ ഇപ്പോൾ ഉള്ള കേസ് ഇതാണ്. വിജയ് നാമനിർദ്ദേശക പത്രികയിൽ കൊടുത്ത ആ സ്വത്ത് കണക്കും വിജയുടെ ഉള്ള സ്വത്ത് കണക്കും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇനിയും കണക്കുകൾ വരാനുണ്ട്. പെരമ്പൂരിൽ കൊടുത്ത സ്വത്ത് കണക്കിലുള്ളതും തിരുച്ചി ഈസ്റ്റിൽ സ്വത്ത് കണക്കിൽ കൊടുത്തതും 2 കണക്കാണ് എന്നൊക്കെയാണ് പറയുന്നത്. ഇതിൽ എത്രമാത്രം ശരിയുണ്ട് എത്രമാത്രം തെറ്റുണ്ടെന്ന് നിങ്ങൾ ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇതിനോടകം തന്നെ ഇപ്പോൾ ഇലക്ഷൻ്റെ ഒരു ക്യാമ്പയിന് ഒരു തിരക്കും കാര്യങ്ങളായാണ്ട് ഇത് പെട്ടെന്ന് ആരും അറിയാതെ പോകുന്നതാണ്. അത് അറിയാതെ പോകുന്നില്ല, ഇവർ മാക്സിമം അറിയിക്കാൻ നോക്കുന്നു, ആർക്കും അറിയാൻ കഴിയുന്നില്ല. കാരണം എല്ലാവരും തിരക്കാണ്, ഇലക്ഷൻ്റെ തിരക്കിലാണ്. അപ്പോൾ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവം ആണെന്നുണ്ടെങ്കിൽ കേസ് മേൽ കേസാണ്, ഡെയിലി കേസ്, എന്തെങ്കിലും രീതിയിൽ കേസ്. ഒന്നല്ലെങ്കിൽ ഇലക്ഷൻ ചട്ടം നിന്ദിച്ചെന്ന് പറഞ്ഞിട്ടൊരു കേസ് എടുക്കും, അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ അവിടെ ഗതാഗത കുരുക്കുണ്ടാക്കി എന്ന് പറഞ്ഞൊരു കേസ് എടുക്കും, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടായെന്ന് പറഞ്ഞൊരു കേസ് എടുക്കും. എങ്ങനെയെങ്കിലും കേസ് എടുക്കണം വിജയുടെ മേലിൽ. ഇപ്പം ഈ പൊളിറ്റിക്സിൽ വന്നതിന് ശേഷം കേസുകളുടെ എണ്ണമാണ്. അത് എന്തൊക്കെ കേസുകളായിട്ട് നിങ്ങൾ തന്നെ ചിരിച്ചതല്ല. ഇതിൽ വേറൊരു കേസാണ്, നമ്മളിടയിൽ മറ്റേ ജനനായക സിനിമ ലീക്കായിരുന്നു. അപ്പൊ അത് കണ്ടിട്ട് ഒരു ഇന്റർനാഷണൽ ലീഗ് പാർട്ടിയിലെ ഒരു ചടാ അബ്ദുൾ റഹീം എന്നൊരു നേതാവ് ചെന്നൈ കമ്മീഷണറിന് കേസ് കൊടുത്തത് സിനിമയിൽ മുസ്ലിങ്ങളെ തെറ്റായിട്ട് കാണിക്കുന്നു പറഞ്ഞ്. ജനനായകനിൽ മാത്രമേ അങ്ങനെ ചെയ്തിട്ടുള്ളൂ എന്നല്ലേ. ഇവിടെ ഇന്ത്യൻ സിനിമയിൽ മുഴുവനും ടെററിസ്റ്റ് എന്ന രീതിയിൽ പോർട്രേറ്റ് ചെയ്യുന്ന മുസ്ലിങ്ങളാണ്. അതിപ്പം സിനിമ കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. അല്ലാതെ എല്ലാ മതങ്ങളിലുള്ളവരെയും കാണിക്കുന്നുമുണ്ട് ടെററിസ്റ്റ് എന്ന രീതിക്ക്. പക്ഷെ കൂടുതൽ നിങ്ങൾ സിനിമയിൽ കണ്ടിട്ടുള്ളവരായവർക്ക് നിങ്ങൾക്ക് അറിയാം. ഇപ്പൊ ചിലപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ അങ്ങനെ ഒരു രീതിയിലായിരിക്കുമോ എന്നറിയില്ല, എല്ലാവരും ടെററിസ്റ്റിനെ വരുമ്പോൾ മുസ്ലിങ്ങളെ കൊണ്ടിടുന്നത്. അപ്പോൾ അത് പോർട്രേറ്റ് ചെയ്യുമ്പോൾ എല്ലാം ഇപ്പോഴും അങ്ങനെ തന്നെയാണ് വരുന്നത്. അങ്ങനെ നോക്കുവാണെങ്കിൽ ആ ചടാ അബ്ദുൾ റഹീം പറയേണ്ടത് എല്ലാ സിനിമകളിലെയും
മുസ്ലിങ്ങളെ വ്രണപ്പെടുത്തി എന്നുള്ളൊരു സംസാരം ജനതായിൽ മാത്രം അല്ലെങ്കിൽ ബീസ്റ്റ് തുപ്പാക്കിയിൽ മാത്രം ചെയ്തെന്നാണ് പുള്ളി പറയുന്നത്. വേറൊരു സിനിമയിൽ കാണുന്നത്. അപ്പം ഇത് ഇന്റൻഷനലി ചെയ്യുന്ന ഒരു തെറ്റാണെന്ന്, അല്ലെങ്കിൽ ഇന്റൻഷനലി പുള്ളിക്കാരനെ എങ്ങനെയും വീഴ്ത്താൻ വേണ്ടി നോക്കുന്നതാണെന്നെല്ലാം മനസ്സിലാവും. അപ്പൊ കേസ് മേൽ കേസാണ്. ഇനി എത്ര കേസ് വരും എന്ന് കണ്ടു തന്നെ അറിയാം.